ഹായ് ഗൈസ്, അപ്പോൾ നമ്മളെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സാധേ. രാവിലെ തന്നെ ഞാൻ ഗ്യാസ് എടുക്കാനായിട്ട് വന്നിട്ടുണ്ട്. വീട്ടിലെ ഗ്യാസ് കഴിഞ്ഞ് അങ്ങനെ അത് എടുക്കാനായിട്ട് കുറച്ച് ദിവസമായിട്ട് പറയുന്നത്. ഇവിടെ സിലിണ്ടർ ഇല്ലാത്തതുകൊണ്ട് കുറേ നാളെ അങ്ങനെ ഇന്നാണ് ഇതിന് ടൈമായി. അങ്ങനെ നേരെ വന്ന് അനിയനകത്ത് കയറി ബില്ലൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാനവിടെ നിൽക്കും, നല്ല വെയിലുണ്ട്. അങ്ങനെ ഗ്യാസൊക്കെ എടുത്തുകൊടുത്ത് വീട്ടിൽ വന്നപ്പോഴത്തേക്കും ചോറ് കഴിക്കാണ്ടായി. നേരെ അങ്ങ് ചോറ് കഴിച്ചു. ഒരു 12 മണി ആയതേ ഉള്ളൂ, എന്നാലും ഞാൻ നേരത്തെ ചോറ് കഴിച്ചു. കാരണം എനിക്കിന്ന് ആലപ്പുഴയ്ക്ക് പോകാനുണ്ട് ഉച്ചയ്ക്ക്. അപ്പോൾ നേരത്തെ ചോറ് കഴിച്ചതിന് ശേഷം ഞാൻ എൻ്റെ തുണിയൊക്കെ വയ്ക്കാൻ പോയി. ഈ കിടക്കുന്നതാണ് എൻ്റെ തുണികൾ. ജസ്റ്റ് ഒന്ന് പുറത്തോട്ടിറങ്ങിയാൽ എൻ്റെ പൂച്ചക്കുട്ടനായിട്ടിരുന്ന് എന്തൊക്കെയോ ചെയ്യുന്നു. അതൊക്കെ നോക്കിയതിന് ശേഷം ഞാൻ നേരെ റൂമിലോട്ട് കയറി എൻ്റെ തുണി മടക്കാനായിട്ട് പോകണേ. വേണ്ടേ, ഇതാണ് എൻ്റെ റൂം. ഈ കിടക്കുന്ന എൻ്റെ കുറേ തുണികൾ അവിടെ കൊണ്ടുവരണം. ഇതെല്ലാം പാക്ക് ചെയ്തിട്ട് വരാവേ. അങ്ങനെ എല്ലാം ബാഗിനകത്ത് റെഡിയാക്കി ഇനി നേരെ കുളിച്ച് ഫ്രഷായിട്ട് ഇറങ്ങണം. കുളിച്ചിട്ട് വരാം ഗൈസ്. അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നേരെ ആലപ്പുഴ. ആദ്യമേ ഇപ്പോൾ എന്തായാലും നടന്നു നമ്മുടെ ജംഗ്ഷനിൽ പോയിട്ട് വണ്ടി ഇറങ്ങണം. എന്നിട്ട് അവിടെ നിന്ന് നേരെ ആലപ്പുഴ. ഇനി നമുക്ക് വണ്ടി ഇറങ്ങുന്നുണ്ട്. നമ്മളവിടുത്തെ സ്റ്റാൻഡിൽ ചെന്നപ്പോൾ തന്നെ ബസ് കിട്ടി. പെട്ടെന്നായിരുന്നു ബസ്. ഞാൻ പെട്ടെന്ന് ചെന്ന് കയറി കോട്ടയത്തോടെ ടിക്കറ്റ് എടുത്തതായിരുന്നു. നമ്മൾ ജനറത്തിന് അതാണ് കിട്ടിയത്. നേരെ അതിൽ കയറി ബാക്ക് സീറ്റ് ചെന്നിരുന്നു. ഇരിക്കുന്ന എൻ്റെ ബാക്ക് പാക്ക് അതുമായിട്ട് ഞാനായിരുന്നു. അവിടെ നിന്ന് നേരെ കൊട്ടിയത്ത് എത്തിയ ഉടനെ തന്നെ അടുത്ത ബസ്സും കിട്ടി. പെട്ടെന്ന് തന്നെ അതിൽ ഓടി കയറി കൊല്ലത്തോട്ട് ടിക്കറ്റ് എടുത്തിരുന്നു. ഇവിടെ നിന്ന് നേരെ നമുക്ക് കൊല്ലം സ്റ്റാൻഡിലോട്ട് വേണം. ഇവിടെ എത്തുമ്പോൾ പെട്ടെന്ന് തന്നെ ബസ്സും കിട്ടി. നേരെ ആ ബസ് ചാടി കയറി ഒരുപാട് ബസ്സുകൾ കിടക്കുന്നത് നേരെ കൊണ്ടൊക്കെ ഉള്ളതാണ്. നേരെ അതൊക്കെ കഴിഞ്ഞ് വിട്ടിരുന്നു. അങ്ങനെ നമ്മൾ സ്റ്റാൻഡിൽ ബസ്സൊക്കെ എടുത്തിട്ടുണ്ട്. എന്തായാലും 113 രൂപയുടെ ടിക്കറ്റ് ആയത്. 113 രൂപയുടെ ടിക്കറ്റ് ആയത്. 113 രൂപ ടിക്കറ്റ്. ഇനി ഇവിടെ എന്തായാലും നേരെ ആലപ്പുഴ നിന്നിട്ട് നമുക്ക് ബാക്കി വിളിക്കും. അങ്ങനെ ഒരു 2.5 മണിക്കൂറത്തെ യാത്ര ശേഷം നേരെ കറക്റ്റ് ആലപ്പുഴ എത്തി. ആലപ്പുഴ എത്തിയ ടൈം കിട്ടില്ലായിരുന്നു. സ്കൂൾ വിട്ട് അതും ഒടുക്കാത്ത ആൾ. എനിക്കാണെങ്കിൽ ഫോൺ പൊക്കി പിടിക്കാനുള്ള ഷൈ ഉണ്ട്. ഞാനത് നോക്കാതെ പെട്ടെന്ന് ഇന്ന് താത്ത് പിടിച്ച് വീഡിയോ ചെയ്യണേ. ഇനി എന്തായാലും ഞാൻ ഇവിടെ അടുത്ത ബസ്സും കയറിയിട്ട് എങ്ങനെയായാലും എത്തേണ്ടത് അവിടെ എത്തിയിട്ട് ഇനി ബാക്കി വീഡിയോ ആയിട്ട് വരാം. അങ്ങനെ നേരെ ഇഞ്ഞിട്ട് ബസ് പിടിക്കട്ടെ. അങ്ങനെ ബസ്സൊക്കെ പിടിച്ചങ്ങ് റൂമിലെത്തിയിട്ട് ഇതാണ് എൻ്റെ ബെഡ്. കിടക്കുന്ന എൻ്റെ ബാഗ്. ഇത് തൊട്ടപ്പുറത്തെ ബെഡ്. അതിൻ്റെ അപ്പുറത്ത് മാത്രമേ ആളുള്ളൂ. നടക്കാത്ത ബെഡിൽ ആരുമില്ല. അപ്പം സാധനങ്ങളെല്ലാം ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് റൂം വരുന്നത്. ഒരു കൊച്ചു റൂം, ബാത്റൂം മാത്രമേ ഉള്ളൂ. പിന്നെ ഫുഡൊക്കെ പുറത്തുനിന്ന്. ഞാൻ നല്ല രീതിയിൽ ക്ഷീണിച്ച് അങ്ങനെ ഇനി ഒന്ന് ഫ്രഷായിട്ട് പോയി ഫുഡൊക്കെ കഴിക്കണം. ഇവിടെ റൂമിലൊരു അലമാരയും ഷെൽഫൊക്കെ വന്നിട്ടുണ്ട്. ഇതാണ് കണ്ണാടി. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഒരു വയലറ്റ് ഷർട്ടും ഒരു വൈറ്റ് പാൻറ്റും. ഇങ്ങനെ എന്തായാലും ഇപ്പോൾ റൂമിൽ എത്തിയിട്ടുണ്ട്. ഇനി കഴിക്കാനായിട്ടൊന്ന് കുളിച്ച് ഫ്രഷായിട്ട് വേണം കഴിക്കാനായിട്ട്. ഇനി കഴിച്ചിട്ടൊക്കെ അങ്ങനെ കുളിച്ച് ഫ്രഷായിട്ട് നേരെ കഴിക്കാൻ വന്നിരുന്നേതാ ചോറും രസവും മീൻകറിയും അച്ചാറും തോരനുമാണേ. മാങ്ങാച്ചാറാണ്. പിന്നെ ഇതും ഒരു മീൻ കറി. എനിക്കറിയത്തില്ല അതായത് മീനാന്ന്. പിന്നെ തോരൻ. അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇരുന്നപ്പോഴേ തൊട്ടടുത്തൊരു അമ്പലത്തിലൊരു ഉത്സവമുണ്ട്. നേരെ അങ്ങോട്ട് വന്നു വെച്ച് നേരെ അവിടെ വർക്ക് ചെയ്യുന്ന കുറച്ച് പേരും പിന്നെ ഞാനും എൻ്റെ റൂംമേറ്റുമായിട്ട് നേരെ ഉത്സവത്തിന് പോകണം. എൻ്റെ റൂംമേറ്റിൻ്റെ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ടയമാണ്. ഞാൻ കൊല്ലം. എൻ്റെ കൂടെയുള്ള വേറൊരാളും കൊല്ലം. അങ്ങനെ നേരെ ഞങ്ങൾ ഉത്സവം കാണാനായിട്ട് പോകാം. അവിടെ ആണെങ്കിൽ കൊടുക്കാത്ത ഗാനമേള. അങ്ങനെ ഗാനമേള കുറച്ച് കണ്ടിട്ട് വരാേ. ഇതാണ് ഉത്സവം നടക്കുന്ന അമ്പലം. ചെറിയൊരു അമ്പലമാണ്, അത്ര വലുതൊന്നുമല്ല. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാനമേള അവിടെ ഉള്ളവരാണ് നടത്തുന്നത്. അതുകൊണ്ട് അത്ര ഇതായിട്ടൊന്നുമില്ല. എന്നാൽ കൊള്ളാം. അവിടെ ഉള്ളവരുടെ ആണ് ഗാനമേള ആയതുകൊണ്ട് കുഴപ്പമില്ല. ആ നാട്ടുകാരുടെ തന്നെയാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞതാ ഞാനിവിടെ വന്നിരിക്കുക. അവിടെ നിന്ന് ഉപ്പാട് വന്നുകൊണ്ട് ഞാൻ ഇവിടെ മാറി തിരിഞ്ഞിട്ടൊന്നിരിക്കുക. അതും ബാക്ക്ഗ്രൗണ്ടിൽ നല്ല സൗണ്ട് കൂടെ കാരണം ഒന്നും പറയാൻ അല്ല. അതുകൊണ്ടാണ് ഈ വോയിസ് ഓവർ ചെയ്യേണ്ട അവസ്ഥ വന്നത്. അപ്പോൾ മിക്ക വീഡിയോ ഇങ്ങനെ വോയിസ് ഓവർ ആയിരിക്കും, മൈക്കില്ലാത്തതുകൊണ്ട്. അപ്പം ഇനി കുറച്ച് നേരം ഇവിടേക്ക് ഇരുന്നിട്ട് പരിപാടി കഴിഞ്ഞിട്ട് റൂമിലോട്ട് പോകണം. അപ്പം ഇനി റൂമിൽ പോയിട്ട് ഉറങ്ങണം. നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ഇട്ട് നാളെ വരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം.
അപ്പം പുതിയൊരു വീഡിയോ ഇട്ടിരുന്നായിരിക്കും. ബൈ ഗൈസ്, ലവ് യു.